നമ ശിവായ. എം കെ രാമേന്ദ്രൻ സാറിൻ്റെ ഒരു പുസ്തകത്തിലും ഹിമാലയത്തിലെ യോഗികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഈ ടെലിപ്പതി ഉപയോഗിച്ചാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഉണ്ട്. ടെലിപ്പതി ഇപ്പം സയൻറ്റിഫിക് ആയിട്ട് അവർ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചൈനക്കാർ ഇത് വളരെ അഡ്വാൻസ്ഡ് ആണെന്നാണ് ഞാൻ കേട്ടത്. ജർമ്മൻകാരത്. ഇന്ത്യയിൽ പിന്നെ യോഗികളുള്ളതുകൊണ്ട് ഇത് വിഷയമുള്ള കാര്യമല്ല. ഇന്ത്യൻസിനോ അമേരിക്കയിലും ടെലിപ്പതി മുഖാന്തരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറേ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഫിസിക്സ് മുഖാന്തരമുള്ള ഭൗതികമായിട്ടാണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത്. മറ്റു പല ഇൻഫർമേഷനും ഉണ്ട് ടെലിപ്പതിയെക്കുറിച്ച്, ടെലിപ്പോർട്ടേഷനെ കുറിച്ച് ഇൻഫർമേഷൻ. ഈ ടെലിപ്പോർട്ടേഷൻ സയൻസിൽ ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സെല്ലോ ഒരു ഇലക്ട്രോണോ മറ്റേ അവർ ടെലിപ്പോർട്ട് ചെയ്തെടുത്തു എന്ന് പറഞ്ഞത്. ഒരു ഇലക്ട്രോൺ ഏതാനും മീറ്റർ ടെലിപ്പോർട്ട് ചെയ്തു ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്. ഈ ഇലക്ട്രോണിനെ അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യാതൊരു മീഡിയം ഇല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകുക, മാറ്റുകയാണ്. അതാണ് ടെലിപ്പോർട്ടേഷൻ. അത്രയും ഒരു സയൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ യോഗികളുടെ ശക്തി അത് അപാരമാണ്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ അന്ധവിശ്വാസം പറഞ്ഞു പരത്തുകയാണെന്ന് പറയും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ പറയാം. ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ്, സ്വാമിരാമയുടെ വായിച്ചിരിക്കാൻ ടെലിപ്പോർട്ടേഷൻ എങ്ങനെ സംഭവിക്കുന്നത് കാണിച്ചു കൊടുക്കും. അതിനകത്ത് സ്വാമിരാമയുടെ ഗുരു സ്വാമിരാമ ഡയറി എടുക്കാൻ മറന്നുപോയി. അത് ഏതാണ്ട് 180 കിലോമീറ്റർ അകലെയായിരുന്നു. നിനക്ക് ഡയറി വേണം ഇല്ലേന്ന് ചോദിച്ചു. വേണം, ഇപ്പം ഞാൻ വരുത്താമല്ലോ എന്ന് പറഞ്ഞു. 5 മിനിറ്റിനകം ഡയറി മുമ്പിൽ വന്നു കഴിഞ്ഞു. ഇതൊക്കെ വേണ്ട. സത്യസായി ബാബ എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മഹാസമാധി പ്രാപിച്ച ഇത് ടെലിപ്പോർട്ടേഷന്, ടെലിപ്പതി, ഇതൊക്കെ സായിബാബയുടെ നിത്യജീവിതത്തിൽ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊക്കെ കോൺഷ്യസ്നെസ്സിൻ്റെ ഉച്ചാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ, അതായത് ഈ പറയുന്ന സവികൽപ്പ സമാധി സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ്. അതാണ് മഹർഷി മഹേഷ് യോഗി പറഞ്ഞത്. നമ്മൾ ഈ പറയുന്ന അതിബോധാവസ്ഥയിൽ മനുഷ്യ മനസ്സ് ചെന്നാൽ എന്തും സാധ്യമാണ്. അതാണ് അതിനകത്തെ ശരീരം തന്നെ മനസ്സായിട്ട് അങ്ങനെ എന്തോ പറയുന്നത്. ഈ സങ്കല്പ ലോകത്തിൽ അത് ഞാൻ മനസ്സിലാക്കിയത് ഒരു പാരലൽ വേൾഡിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സങ്കല്പം വച്ച് കഴിയുമ്പോൾ ആ പാരലൽ വേൾഡിൽ ഇപ്പം അത് ടെലിപ്പോർട്ടേഷനെ കുറിച്ച് പറയുമ്പോഴാണ്. ടെലിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെയുണ്ട്. അപ്രോച്ച് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യയോഗി ഒരു കുപ്പി പെർഫ്യൂം, അല്ലെങ്കിൽ ഒരു സ്പൂൺ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണനാണയം, ഇത് നമ്മുടെ മേശപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന നമ്മുടെ കയ്യിലേക്ക് ഉണ്ടാക്കി തരികയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സയൻസും ഇല്ല കേട്ടോ. ഞാൻ വായിച്ച കാര്യം പറയാണ്. പക്ഷേ സയൻറ്റിസ്റ്റാണ് അത് എഴുതിയിരിക്കുന്നത്. അവരൊരു പ്രപ്പോസൽ പറയുകയാണ്, അഭ്യൂഹം പറയുകയാണ്. അവർ ഓരോ വസ്തുവിനും ഒരു പാരലൽ വേൾഡുണ്ട്. ആ വസ്തുവിന് സമാനമായ ഒരു പാരലൽ ലോകമുണ്ട്. ആ വസ്തുവുണ്ട്. ഇപ്പം ഈ ഇരിക്കുന്ന എനിക്ക് പാരലായിട്ട് വേറൊരു വ്യക്തി വേറൊരു ലോകത്തിലുണ്ട്. ആന്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. അതെ, അതാണ് സംഭവം. അതൊരു തിയറി മാത്രമാണ്, അത് പ്രൂവ് ചെയ്തിട്ടില്ല. സയൻറ്റിഫിക് അഭ്യൂഹമാണത്. പക്ഷേ ഈ യോഗികൾ ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു സങ്കല്പ ലോകത്തിൽ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് അവിടെ സങ്കല്പം വെച്ച് കഴിയുമ്പോൾ ഈ അപ്രോക്സ് എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കും. അത് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്രോക്സിന് എതിരായ ഒരു വാക്കുണ്ട്, പ്ലീസ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഒരുണ്ടാക്കിയ സാധനം ഡിസപ്പിയർ ചെയ്യിപ്പിക്കാനും. ഇതൊക്കെ ഒരുപക്ഷെ ക്വാണ്ടം തിയറി കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു 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 പ്രവർത്തന മേഖലയായതുകൊണ്ട് ക്വാണ്ടം തിയറിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ട്. ക്വാണ്ടം തിയറിക്ക് എനർജി ഇപ്പോൾ പറയാനാണെങ്കിൽ ഗാലക്സി തൊട്ട് ഇങ്ങോട്ട് കീഴോട്ട് എടുത്താൽ ആദ്യം ഗാലക്സി
ഡൗൺവേർഡ് കോസേഷൻ എന്ന് പറയും. ഡൗൺവേർഡ് കോൺഷ്യസ്നെസ്സിൻ്റെ ഡൗൺവേർഡ് കോസേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം കോൺഷ്യസ്നെസ് സ്പന്ദനമാണ്. ഈ എൻറ്റയർ പ്രപഞ്ചം സകലതും കോൺഷ്യസ്നെസ്സിൻ്റെ സ്പന്ദനം കൊണ്ട് സംഭവിക്കുന്ന ഇവൻസാണ്. അങ്ങനെയുള്ള ഒരു ശാസ്ത്രീയമല്ലെങ്കിൽ ആത്മീയ തത്വത്തെ ബേസ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ശാസ്ത്രമായിട്ട് കണക്ട് ചെയ്യുമ്പം ഇപ്പോൾ മറ്റേ ഗാലക്സി ഉണ്ട്. ഗാലക്സി അതിബൃഹത്തായ ഘടനകളാണ് പ്രപഞ്ചത്തിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിവിലുള്ള സൗരയൂഥം എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഭൂമി എടുക്കാം. ഭൂമി എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറ്റംസ് എടുക്കാം. ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെത്രയാണ് 32 പാർട്ടിക്കിൾസും അതിൻ്റെ വകഭേദങ്ങളും കൂടെ കൂട്ടി 10-200 ശിഷ്ടം പാർട്ടിക്കിളാണുള്ളത്. അതിനാണ് ഈ പാർട്ടിക്കിൾ സൂ എന്ന് പറയുന്നത്. പാർട്ടിക്കിളിൻ്റെ ഒരു കാഴ്ച ബംഗ്ലാവാണ്. അപ്പോൾ ഈ മിനിഞ്ഞാന്നത്തെ ഒരു ന്യൂസിൽ പറഞ്ഞു അവർ 3 പാർട്ടിക്കിളും കൂടെ ഈ പാർട്ടിക്കിൾ കൊളൈഡൽ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ 164-ാമത്തെ പേജിൽ ഞാനിങ്ങനെ ഒരു പ്രൊഡിക്ഷൻ കൊടുത്തിരുന്നു. ഈ പുസ്തകത്തിൽ 164-ാമത്തെ പേജ് വായിച്ച് നോക്കിയോ, അതിനകത്ത് ഒരു പാരഗ്രാഫിൽ അത് കൊടുത്തിട്ടുണ്ട്. ക്യാൻ യു പ്ലീസ് ടേക്ക് ദാറ്റ് 164 പേജ് നമ്പർ 164 ഇടതുവശത്തുള്ളതല്ലേ? താപനില കൂടുമ്പോൾ ഇലക്ട്രോണുകൾ അണുവിനെ സ്വാഭാവിക പദത്തിൽ നിന്ന് അതല്ല, ജോൺ എക്കിൾസിൻ്റെ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചേ. സൈക്കോൺസ് സിദ്ധാന്തത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ഇനിയും ഗവേഷണം നടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പുതിയ നിരവധി കണികകൾ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. കൂടുതൽ കണികകൾ ഒളിച്ചിരിപ്പില്ലെന്ന് ആർക്ക് പറയാൻ സാധിക്കും? അതാണ് 3 ദിവസം മുമ്പ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 3 കണികളും കൂടെ കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെ ഈ ടേപ്പറിങ്, താഴോട്ടുള്ള കോസേഷൻ, കോൺഷ്യസ്നെസ്സിൻ്റെ താഴോട്ടുള്ള പതിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അവസാനം വന്ന് നിൽക്കുന്നത് ന്യൂട്രിനോ എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ചെറിയ തത്വം. ന്യൂട്രിനോ പഠനങ്ങൾ അത്ര അഡ്വാൻസ്ഡ് അല്ല, പക്ഷേ ക്വാർക്സ് വരെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് സാമാന്യ രീതിയിൽ. അതിനൊക്കെ 0 മാസാണ്. ന്യൂട്രിനോൻ്റെ കൂടെ ആൻറ്റി ന്യൂട്രിനോ ഉണ്ടല്ലേ സാർ? ന്യൂട്രിനോ ഉണ്ട്, എല്ലാത്തിനും ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ക്വാർക്സ് വരെയുള്ളതിന്, ക്വാർക്കാണ് 6 ഉണ്ട് പല രീതിയിൽ. ഓരോ ഫണ്ണി നെയിംസാണ് അവർ കൊടുത്തത് ശാസ്ത്രജ്ഞന്മാർ. നമുക്കൊന്നും അത്ര അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള ഗ്രാഹ്യം നമുക്കതിനകത്തില്ല. നമുക്ക് ഇത്ര നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്നത്. ഈ ടേപ്പറിങ് വ്യവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ന്യൂട്രിനോ എന്ന് പറയുന്ന ഈ മാസ്ലെസ് ആയിട്ടുള്ളതും, ന്യൂട്രിനോ ഭൂമിക്ക് അടിയിൽ കൂടെ കടന്നു പോകും, ഏത് ഇതിൽ കൂടെ കടന്നു പോകും. പ്രകാശത്തിനാണെന്നുണ്ടെങ്കിൽ ഒപ്പേക്ക് ബോഡി കൂടെ കടന്നു പോകാൻ പറ്റില്ല. ന്യൂട്രിനോയ്ക്ക് അതൊന്നും വേണ്ട, ഏതിൽ കൂടെയും കടന്നു പോകും, ലെഡിൽ കൂടെയും കടന്നു പോകും. അപ്പം എക്സ്റേ ഓഫ് കോഴ്സ് കടന്നു പോകും, പക്ഷേ എക്സ്റേക്കും ചില പ്രതിബന്ധങ്ങളും എല്ലാത്തിനും കൂടെ കടന്നു പോകും. ഇതല്ല, പാറക്കെട്ട് ഭൂമിയിൽ കൂടെ കടന്നു പോകും. അതാണ് ന്യൂട്രിനോസ്. അപ്പോൾ ന്യൂട്രിനോ പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. ഞാൻ അധികം അതിലൊന്നും ശ്രദ്ധ വച്ചിട്ടില്ല. LHC വഴിയൊക്കെയാണ് ന്യൂട്രിനോയെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്താണ്? ഇതൊക്കെ എനർജിയാണ്. അപ്പം ന്യൂട്രിനോ കഴിഞ്ഞാലുള്ള ലെവൽ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ പിന്നാമ്പുറത്ത് സ്ഥിതി ചെയ്യുന്നത് കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ മെൻറ്റേഷനാണ് ഈ പറയുന്ന എനർജി മുഴുവൻ പ്രൊഡക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ? നമ്മുടെ മനസ്സ് പലതും പ്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മുടെ തന്നെ മനസ്സ് രോഗം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ടിഷ്യൂവിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി പല രീതിയിലുള്ള രോഗങ്ങളും നമ്മുടെ മനസ്സ് ഉണ്ടാക്കാറുണ്ട്. കോൺഷ്യസ്നെസ് ആണ് ഈ എനർജി പ്രൊഡക്ഷൻ ഉത്തരവാദി എന്നുള്ളതാണ് വേദാന്തം പറയുന്നത്. പ്രപഞ്ചബോധത്തിന്റെ ഒരു മിനിയേച്ചർ അതാണ് നമ്മുടെ മനുഷ്യന്റെ ബോധം. ടേപ്പർ ചെയ്ത് വന്ന് അവസാനം അത് ഒന്നുമില്ലാത്തതിലേക്ക് വരും. ആ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അവിടെ ഫുൾ സ്റ്റോപ്പാണ്. അവിടെ ക്വാണ്ടം നിയമങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. അതിനും താഴെയുള്ള ഒരു ലെയറാണ് ഈ പറയുന്ന പ്രപഞ്ചബോധം അല്ലെങ്കിൽ പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുവരുന്നുണ്ട്. അപ്പം സുപ്രാ കോൺഷ്യസ്നെസ് അങ്ങനെ പറയുന്നുണ്ടല്ലേ സാർ അരവിന്ദോയൊക്കെ? അതിബോധാവസ്ഥ തന്നെയാണ് അത്. ഉയർന്ന ബോധാവസ്ഥ. ആ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ എന്തും സാധിക്കാമെന്നാണ് പറയുന്നത്. അതാണ് ഈ അപ്രോച്ച്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. നമ്മൾ ഈ റേക്കി പഠിക്കുന്ന സമയത്ത് സാർ അതിൽ ഈ എനർജിയെക്കുറിച്ച് പറയുന്നത് പ്രപഞ്ചത്തിൽ 2 കാര്യങ്ങളേ ഉള്ളൂ, എനർജി ആൻഡ് മാറ്റർ എന്ന് അവിടെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനർജി വിചാരിക്കുന്നത് എന്നെ ആരാണോ ആഗ്രഹിക്കുന്നത് ഞാൻ അതിലേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സങ്കല്പിക്കുമ്പോഴോ അതിശക്തമായിട്ട് ഈ മൈൻഡിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഷ്യസ്നെസ്സിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു സ്ഥലത്തൊരു വസ്തുവിനെ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നോർമലി ആ എനർജി അവിടെ വരുന്നു, ആ സാധനം വിഷ്വലൈസ് ആവും. അതെ. അപ്പം സത്യസായി ബാബ പിന്നെ ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ റോളക്സ് വാച്ച് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആ റോളക്സ് വാച്ച് കമ്പനി പറയുന്നത് റോളക്സിൻ്റെ വാച്ചാണ്, പക്ഷേ ഞങ്ങളുടെ കമ്പനിയിൽ ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലേ അത് മോഷണമാവുള്ളൂ. ആക്ട് ഓഫ് തെഫ്റ്റ്. ഇത് അദ്ദേഹം പുതുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുന്നു.
എന്ന ആ ഒരു ഒത്തിരി ഗവേഷണം നടക്കണം, എന്നാലേ അതിനകത്ത് സത്യം എന്താണ് മിഥ്യാന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് കരൺച എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു. ബ്ലിറ്റ്സ് എന്നും പറഞ്ഞൊരു ന്യൂസ് പേപ്പർ ഇവിടെ റൺ ചെയ്യാറുണ്ട്. ഇതുപോലെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള പത്രമില്ലായിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു അത് വായിക്കാനായിട്ട്. എല്ലാ കാര്യത്തിലൊന്നും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡില്ല. ഈ നമ്മുടെ ഇവിടുത്തെ ചില മഞ്ഞപ്പത്രത്തിൻ്റെ ഒരു സ്റ്റൈലിലായിരുന്നു അത്. ഇവിടെ മഞ്ഞപ്പത്രം ഉണ്ടെന്നല്ല പറഞ്ഞ്, മഞ്ഞപ്പത്രത്തിൻ്റെ ചില ഒരു സ്റ്റൈലിലായിരുന്നു ബ്ലിറ്റ്സിൻ്റെ റൈറ്റിംഗ് ഒക്കെ. അന്ന് ബ്ലിറ്റ്സ് ഈ സായിബാബയെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ച് ലേഖനങ്ങളൊക്കെ എഴുതി. പക്ഷെ അവസാനം ബ്ലിറ്റ്സ് ഇവിടെ വന്നു പരിശോധിക്കാൻ വന്നു എല്ലാ രീതിയിലുള്ള പരിശോധനയ്ക്കും ഈ സ്വാമി വിധേയമായി അവസാനം ഗോഡ് ലീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടാണ് ബ്ലിറ്റ്സിൻ്റെ ലേഖകൻ കരൺ ഷാ പിരിഞ്ഞത്. ഒരു സർവ്വവിശ്വാസിയായിട്ട് മാറുക ചെയ്തത്. അപ്പം അതൊക്കെ ഒരു പത്രപ്രവർത്തകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ശാസ്ത്രജ്ഞൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടി കാൾ ഒട്ടീസ്നോ എന്ന് പറഞ്ഞ് 2-3 ശാസ്ത്രജ്ഞർ അവിടെ വന്ന് പരീക്ഷണങ്ങളൊക്കെ നടത്തിയെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അതിനകത്തൊന്നും ഒരു നല്ല യോഗികളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അധികം അവരെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മെന്നിങ്ങർ ഫൗണ്ടേഷനിൽ നിന്ന് വലിയൊരു ടീം ഇവിടെ വന്നു. അവർ സ്വാമിരാമ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ഫുൾ എയർക്രാഫ്റ്റ് നിറയെ വലിയ യന്ത്ര സംവിധാനങ്ങളുമായിട്ട് വന്ന് ഇവിടുത്തെ യോഗികളെ പരിശോധിച്ചു. യോഗികളെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി യോഗികൾ ബോഗസ് ക്ലെയിംസ് ഉണ്ടായിരുന്നു. അതൊക്കെ അവർ കണ്ടുപിടിച്ചു. അവരുടെ ഡേറ്റ ഉണ്ടായിരുന്നു. സ്വാമിരാമയെ പരിശോധിച്ചിൽ നിന്നുള്ള പല ഡേറ്റ. പക്ഷേ അപൂർവം ചില യോഗികൾ എക്സംപ്ലറി ആയിരുന്നു എന്ന് അവർ കണ്ടുപിടിച്ചു. ലെവിറ്റേഷൻ ഫോർ എക്സാമ്പിൾ, ഒരു രാജശ്രീയാണ് ലെവിറ്റേഷൻ്റെ എക്സ്പെർട്ട്. അവർ ആന്ധ്ര യൂണിവേഴ്സിറ്റി, തിരുപ്പതി വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണിയുടെ പ്രൊഫസറോ മറ്റാണ്. അവർ ഒരു പോളിയോ ബാധിച്ച ഒരു പയ്യനെ കാണിച്ചു കൊടുത്തു. അവരവരുടെ യോഗശക്തി ഉപയോഗിച്ച് ആ പോളിയോ ബാധിച്ച പയ്യൻ്റെ പോളിയോ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇത് ചാണ്ഡിഗറിൽ ഒരു വലിയ യോഗ ഗവേഷണ സ്ഥാപനമുണ്ട്. അവർക്ക് കുറേ അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെയും ചില യോഗികളെ ഒരു മിസ്റ്റർ ഗിരി, അന്നത്തെ കാലം 1900 ഗിരിയൊന്നും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടാവില്ല, പരീക്ഷണം നടത്തി. ഒത്തിരി കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു, യോഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ പല കാര്യങ്ങളും കണ്ടുപിടിച്ചത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ മുമ്പിൽ വെച്ചപ്പോഴത്തേ അതിലെ 150 ഡോക്ടർമാരുടെ മുമ്പിൽ വെച്ചാണ് ഈ ഹാർഡ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഒന്ന് ആലോചിച്ച് വേണം, ഒരു ഫുൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് ടെക്നീഷ്യൻസും ഫിലിം ക്രൂവും ഉണ്ടായിരുന്നു. ഇതൊക്കെ യൂട്യൂബിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഡോക്ടർമാർ പറയാം, ഞങ്ങൾക്ക് യോഗയിലൊന്നും വിശ്വാസമില്ല. ഡോക്ടർ എൽമ ഗ്രീൻ അതിശയിച്ചു പോയി. അപ്പോൾ പുള്ളി പറയുന്നുണ്ടൊരു കമൻറ്റ്, ഇന്ത്യൻ ഡോക്ടേഴ്സ് ആർ മോർ വെസ്റ്റേണേഴ്സ് ദാൻ വി വെസ്റ്റേണേഴ്സ് അവേഴ്സെൽസ്. ഞാൻ ഡോക്ടേഴ്സിനെ അവഹേളിക്കാൻ പറയുകയില്ല, ഞാനൊരു പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ മാത്രം പറയുകയാണ്. എനിക്കറിയാവുന്ന കുറേ ഡോക്ടേഴ്സ്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, നമ്മളൊരു പൊതു ചാനലിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന പല ഡോക്ടേഴ്സും അങ്ങനെയല്ല. അവരോട് കാര്യകാരണം സഹിതം പറഞ്ഞാൽ അവർക്ക് ഇതിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ പഠിച്ച ശാസ്ത്രം ഇത്രയേ ഉള്ളൂ എന്നേ പറയുള്ളൂ, അതിലപ്പുറം പറയാറില്ല. പക്ഷേ എൽമ ഗ്രീൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞങ്ങളാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത്. ഈ സിസ്റ്റംസ് മുഴുവൻ കൊണ്ടുവന്ന് സ്ക്വിഡ് സിസ്റ്റം ആകട്ടെ, സ്പെക് സിസ്റ്റം ആകട്ടെ, FMRI സിസ്റ്റം ആകട്ടെ, ഇങ്ങനെയുള്ള സകലം ഞങ്ങൾ പറയുകയാണ് യോഗശാസ്ത്രമാണ് ഇതിനേക്കാളും മുന്നിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഹാർഡ് ഡേറ്റ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയൊരു എന്താ പറയുക, അഭിപ്രായമില്ലായ്ക വന്നത് ഞങ്ങളെ ദുഃഖിപ്പിച്ചു എന്നും പറഞ്ഞ് അവിടെ അത് പറഞ്ഞു നിർത്തുകയാണ്. ബിയോണ്ട് ബയോ ഫീഡ്ബാക്ക് എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവാണ്, വായിച്ചേക്കാറ്. അപ്പോൾ യോഗികളെ സംബന്ധിച്ച് അവരൊന്നും ഇതിന് താല്പര്യപ്പെട്ടവരല്ല പലരും. കാരണം അവർക്കറിയാം ഈ ഭൗതിക ലോകത്തിൽ വന്ന് പരീക്ഷണത്തിനൊക്കെ വിധേയമാകുന്ന കൊടുക്കേണ്ട പേയ്മെൻറ്റ്, നിയന്ത്രിതമായ ലാബറട്ടറി അന്തരീക്ഷങ്ങൾ, അനേകം വയറുകൾ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു, വേദനയുണ്ടാവും, നല്ല വേദനയുണ്ടാവും ഓരോ. പിന്നെ ഇത് ഒരു വാക്യൂം ചേമ്പറിലൊക്കെ വെച്ചായിരിക്കും പരീക്ഷണങ്ങൾ നടത്തുന്നത്. പിന്നെ വേറൊന്നുള്ളത്, ഈ അവിശ്വാസികളുടെ ഒരു ലോകത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്, സ്കെപ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പരീക്ഷണം വിജയിക്കുമെന്നില്ല, നെഗറ്റീവ് ഫീൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ്. ഇത് ഒബ്സർവർ ഇഫക്റ്റ് എന്നാണ്. അത് ശാസ്ത്രജ്ഞർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ അത് സ്വാമിരാമയുടെ ചില പരീക്ഷണങ്ങൾ അമ്പെ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്ന കുറേ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അവർ താഴത്തെ അവരിതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഈ പരീക്ഷണത്തെ ബാധിച്ചു എന്നുള്ളതാണ്.
അപ്പം ഇന്ത്യാതീതമായി നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും ഇങ്ങനെയൊരു പോരായ്മയുണ്ട്. ഒബ്സർവേഴ്സ് അതിനകത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ ഫലം നടക്കില്ല. ഇവിടെയാണെങ്കിലും നമ്മൾ പല കാര്യങ്ങളും പണ്ട് കാലത്തൊക്കെ പലതും ചെയ്തു പോന്നിരുന്നത് വിജയകരമായി പ്രവർത്തിക്കുന്നത് വിശ്വാസികളുടെ മുമ്പിൽ വെച്ച്. പക്ഷേ വിശ്വാസികളെ തട്ടിപ്പിക്കുകയല്ല, പക്ഷേ അത് ഉപയോഗിച്ച് പലരും തട്ടിപ്പ് നടത്തുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ഒരു ശാസ്ത്രം, ഒബ്സർവർ ഇഫക്റ്റ്, നിയന്ത്രിത ലബോറട്ടറി കണ്ടീഷൻസ്, ഇങ്ങനെ 2-3 കാര്യങ്ങൾ. പിന്നെ ഫീൽഡ് ഇഫക്ട്സ് ഉണ്ട്. ചിലയിടത്ത് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ ഒരു യോഗിക്ക് അനുകൂലമായതായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എത്ര 0.38 അങ്ങനെ എങ്ങാണ്ടോ മറ്റാണെന്ന് തോന്നുന്നു, എർത്തിൻ്റെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അങ്ങനെയാണ് നമ്പറുണ്ട്. അത് 0.38 ഒന്നും ആയിരിക്കണമെന്ന് ചിലടത്ത് ഓറിൻ്റെയൊക്കെ സാന്നിധ്യം കൂടുതലുണ്ടെന്നുണ്ട്, അയൺ ഓറിൻ്റെയൊക്കെ സാന്നിധ്യം കൂടുതലുണ്ടെന്ന് അത് ഹൈ ആയിരിക്കും. അപ്പോൾ യോഗിക്ക് എല്ലാ കഴിവുകളും കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് സമയം ഹിമാലയൻ സാനുക്കളിൽ ഏകാന്ത തപസ്വിയായി സദാസമയം തപസ് ചെയ്യുന്ന യോഗിക്ക് പല സിദ്ധികളുമുണ്ട്. ക്ലൈമറ്റ് വരെ അവർ കൺട്രോൾ ചെയ്യാറുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ശാസ്ത്രീയ പിൻബലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ശാസ്ത്രത്തിനെ വിട്ട് ഒരു സംസാരത്തിനല്ലെങ്കിൽ ഒരു പിന്തുണയ്ക്ക് ഞാനില്ല. പക്ഷെ ഞാൻ വായിച്ച കാര്യങ്ങൾ അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അനുവാചകരായിട്ടുള്ളവർ നിങ്ങൾ വേണം ഇത് കൂടുതൽ ഗവേഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഒരിക്കലും അന്ധമായിട്ടൊന്നും വിശ്വസിക്കരുത്. ഞാൻ പറയുന്ന പോലും വിശ്വസിക്കരുത്. ഈ പാതയിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടേതായ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കുക. ബുദ്ധനും അതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അതന്നെ പറഞ്ഞിട്ടുള്ളത്. സാർ, ഈ കൺവേർജൻസ്, ഡൈവേർജൻസ്, ഈ 2 വാക്കുകൾ സാധാരണയായിട്ട് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും പറയുന്ന വാക്കുകളാണ്. അപ്പോൾ ഡൈവേർജൻസ് ആണ് കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ. അതായത് പ്രത്യേകിച്ചും ആശയങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ മേഖലയിലുള്ള അറിവുകൾ തമ്മിലുള്ളൊരു ഡൈവേർജൻസ് ആണ് കൂടുതലായിട്ട്. കോൺഫ്ലിക്ട്സ് ആണ് സാധാരണയായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും ഭാരതത്തിലെ ഒരു ശാസ്ത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഋഷിമാരെല്ലാവരും തന്നെ ഒരേ സമയം ആത്മീയവാദികളും അതോടൊപ്പം തന്നെ അവർ ശാസ്ത്രം പിന്നെ സയൻറ്റിഫിക്കുമായിരുന്നു. ഒരു സയൻറ്റിഫിക് ഫെർവറുള്ള ആൾക്കാരുമായിരുന്നു എന്ന് പറയുന്നു. കാരണം പല വിദ്യകളും യഥാർത്ഥത്തിൽ അവർ കണ്ടുപിടിച്ചതായിട്ട് പറയുന്നുണ്ട്. കണം ആണെങ്കിൽ കണാദനാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിലായാലും ഏതിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ പാശ്ചാത്യ ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഗലീലിയോയെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ഈശ്വരനെയും ശാസ്ത്രത്തിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട്. ന്യൂട്ടണിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഡിറ്റർമിനിസത്തിൻ്റെ ഒരാളാണ്. പ്രപഞ്ചം മുഴുവൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോഴ്സിനാൽ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റ് അങ്ങനെ വരുന്നു. പിന്നെ അതിൽ ഈ മനസ്സ്, അതിൻ്റെ ഇടപെടൽ, പിന്നെ സബ്ജക്റ്റിവിറ്റിയെ കയറ്റിവിട്ട് ഇതിനെ മൊത്തം മാറ്റിക്കളഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈനുമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇങ്ങനെയുള്ള ധാരാളം വായനകൾ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വായനകൾക്കുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ അതിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച ഏറ്റവും കാമ്പുള്ളത് എന്ന് തോന്നുന്ന ഒരു ഗ്രന്ഥമാണ് സാറിൻ്റേത്, ടു ബി ഫ്രാങ്ക്. അപ്പോൾ ആ പുസ്തകത്തിൽ അപ്പോൾ കാരണം അത് ഒരുപാട് ആളുകൾ വായിക്കേണ്ടതാണ്. മാത്രമല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പല വെർഷൻസ് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ലോകത്തിൽ എല്ലാവർക്കും അത്രയും ഈസി ആയിട്ട് എന്നാൽ അത്രയും പിന്നെ ഫുൾ ഓഫ് നോളജ് കിട്ടുന്നൊരു വലിയൊരു സംഭവമാണ് ഈ പുസ്തകം. അതിൽ വളരെ ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു യു സർ. അങ്ങനെ യൂണിവേഴ്സ് സാറിനെ അതിനെ നിയോഗപ്പെടുത്തി എന്ന് പറയുന്നു. ഒരു നിയോഗം ഞാൻ ഇതിന് ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് ധാരാളം ഇൻപുട്സ് ഇനിയും വരട്ടെ, ഇതൊരു തുടക്കമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ സാർ ഇത് വായിച്ച് പിന്നെ ഒരു പ്രാവശ്യം വായിച്ചതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ കമ്പോട് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മൾ കൂടെ കൊണ്ട് നടന്ന് എങ്കിലേ നമുക്ക് പല ഭാഗങ്ങളും നമുക്കിത് ഹൃദിസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇതിനകത്ത് സൈക്കോളജി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, എല്ലാ സാധനങ്ങളുടെയും കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ വ്യത്യസ്തമായ 2 ധ്രുവങ്ങളായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയുന്ന സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ തന്നെ പേരുമാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് സാർ ഇതിനെ നന്നായിട്ട് കൺവേർജ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൽ? എങ്ങനെയാണ് സാറിൻ്റെ ആ ഒരു കോൺസെപ്റ്റുകളെന്ന്? അപ്പോൾ ബിജു പറഞ്ഞതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഐൻസ്റ്റൈൻ സത്യത്തിൽ ഈ മനസ്സിൻ്റെ ലോകം അങ്ങനെയൊന്നുണ്ടെന്നും ഈ മനസ്സ് പ്രപഞ്ചത്തിൽ അന്തർലീനമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഐൻസ്റ്റൈൻ ഒരിക്കലും അംഗീകരിച്ചില്ലായിരുന്നു. ആദ്യത്തിൽ 1930കളിൽ തർക്കമായിരുന്നു ക്വാണ്ടം സൈദ്ധാന്തികരും ക്വാണ്ടം ശാസ്ത്രജ്ഞരും ഐൻസ്റ്റൈനുമായിട്ട്. ഐൻസ്റ്റൈൻ ഉദാഹരണത്തിന് ഈ
കോപ്പൻഹാഗൻ സമ്മേളനം നടന്നപ്പോൾ ഐൻസ്റ്റൈൻ ഒരു കീറാമുട്ടി ചോദ്യം എടുത്ത് ഈ നീൽബോറിനെയും ഷ്രോഡിംഗറിനെയും ഒക്കെ ഉഷ്ണിപ്പിച്ച് കളഞ്ഞു. അവർ പറഞ്ഞു നമ്മൾ പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ മാത്രമേ പ്രപഞ്ചം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് ഇക്വേഷൻസിൻ്റെ ഈ വേവ് ഫങ്ഷൻസിൻ്റെ വിവക്ഷകൾ. നിരീക്ഷകന്റെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഐൻസ്റ്റൈൻ ആദ്യം നിരീക്ഷകൻ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ നിരീക്ഷകന് ഈ ലോകത്തെ സ്വാധീനിക്കാൻ പറ്റും, നിരീക്ഷിക്കപ്പെടുന്ന വസ്തുവിനെ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ള ക്വാണ്ടം സൈദ്ധാന്തികരുടെ അഭിപ്രായത്തെ ഐൻസ്റ്റൈൻ നഖശികാന്ത എതിർത്തിരുന്നു. അങ്ങനെ സത്യത്തിൽ ഈ കോപ്പൻഹാഗൻ സമ്മേളനമൊക്കെ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ എഗ്രി ചെയ്യാതെ പിരിയുക ചെയ്ത്. അപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോഴേ ഐൻസ്റ്റൈൻ എടുത്ത് ഉടനെ അങ്ങ് ചോദിക്കുകയാണ്, മുകളിൽ കാണുന്ന ചന്ദ്രൻ ഞാൻ നോക്കാതിരിക്കുമ്പോൾ അവിടെ ഇല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു. നീൽബോറിന് ഉത്തരം മുട്ടിപ്പോയി. അവസാനം അവരിലുള്ള ആരാ അത് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ കൃത്യമുണ്ട്. ഡോക്ടർ ഐൻസ്റ്റൈൻ ഇക്വേഷൻ്റെ വിവക്ഷ അതാണെന്ന് പറഞ്ഞു. ഇക്വേഷൻ വിവക്ഷിക്കുന്നത് അതാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഐൻസ്റ്റൈൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് പണി വെച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞു, ഐൻസ്റ്റൈൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഐൻസ്റ്റൈൻ പിന്നെ EPR പാരഡോക്സ് എന്ന് പറഞ്ഞൊരു തോട്ട് എക്സ്പെരിമെൻ്റ് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ട് പിന്നെ ബെൽസ് തിയറം വന്നു, പിന്നെ പല പരീക്ഷണങ്ങൾ വന്നു. അങ്ങനെ ഐൻസ്റ്റൈന് മനസ്സിലായി ഇത് ഐൻസ്റ്റൈൻ്റെ എടുത്ത നിലപാട് ശരിയായില്ല എന്ന് മനസ്സിലായി. പിന്നീട് മനസ്സ് ഈ പറയുന്ന കാര്യങ്ങളെ സ്വാധീനിക്കുന്നുള്ള കാര്യം ഐൻസ്റ്റൈൻ അവസാന കാലമായപ്പോഴാണ് അംഗീകരിച്ചത്. അതാണ് അതിനകത്തെ കാര്യം. പക്ഷേ ക്വാണ്ടം സൈദ്ധാന്തികരെല്ലാവരും ചെയ്തവരെല്ലാവരും പറഞ്ഞിരുന്നു കോൺഷ്യസ് യൂണിവേഴ്സാണ്, ദ എൻ്റയർ യൂണിവേഴ്സ് ഈസ് കോൺഷ്യസ് ഓഫ് ഇറ്റ് സെൽഫ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് മുമ്പേ ജോൺ വിൽ പാർട്ടിസിപ്പേറ്ററി ഇതൊക്കെ വന്നത്. ഇപ്പോൾ 47 സംസ്കാരം, ഉദ്ദേശം 50 സംസ്കാരങ്ങളൊന്നും പിടിച്ചോളൂ. സംസ്കാരമുണ്ട്, അതായത് അനേകായിരം വർഷങ്ങളായിട്ടുള്ള സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അബോറിജിൻസിൻ്റെ സംസ്കാരം, ആഫ്രിക്കൻ സംസ്കാരം, ഇതൊക്കെയുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത്, ഈ ഒരു കാര്യത്തിൽ, അതായത് കോൺഷ്യസ് യൂണിവേഴ്സ് അല്ലെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഭാരതീയ തത്വശാസ്ത്രമാണ്. ഇത് തത്വശാസ്ത്രത്തിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്, ഇത് ബിയോണ്ട് ഫിലോസഫി ആയിരുന്നു. പക്ഷെ ഒരു ഫിലോസഫി ഡെവലപ്പ് ചെയ്ത് ഇവിടെ ചില ജീവിതചര്യകൾ അവർ ക്രമീകരിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് പക്ഷേ പൊതുവേ സമൂഹത്തിന് എന്തുമാത്രം അക്സെപ്റ്റബിൾ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യോളജിസ്റ്റും അവരുമൊക്കെ തീരുമാനിക്കട്ടെ. കാരണം മനുഷ്യനെ തരം തിരിച്ചിട്ട് വേർപെട്ട് കണ്ടിട്ടുള്ള ഒരു സംവിധാനം ഈ നാട്ടിലുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് അത് പ്രപ്പോസ് ചെയ്യുന്നതായിരുന്നെങ്കിൽ പറഞ്ഞാലും അതിനോട് പലർക്കും യോജിപ്പുണ്ടാവും. പക്ഷേ ഈ 47 സംസ്കാരങ്ങൾ 48 സംസ്കാരങ്ങളുള്ളതിൽ ഏറ്റവും മുന്നോട്ട് പോയത് ഭാരതീയ തത്വചിന്തയും അതിനോടനുബന്ധപ്പെട്ട ജീവിത ശൈലികളും ഒക്കെയാണ്. അപ്പം അഷ്ടാംഗ യോഗ അങ്ങനെയുള്ള യമനിയമങ്ങൾ പാലിച്ച് ഒരു യോഗി ജീവിക്കണമെന്നും നമ്മളെല്ലാവരും ദൈവസംയോജനത്തിന് അർഹരാണെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ്. അത് സന്യാസികളുണ്ടായിട്ടുണ്ട്, മുനിമാരുണ്ടായിട്ടുണ്ട്, ഋഷിമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ അങ്ങോട്ട് പരാവാരം പോലെ കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. അവസാനം വേദവ്യാസൻ എന്ന് പറയുന്ന ഒരു മഹാഋഷിയാണ് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചത്. പിന്നെ പതഞ്ജലിയും യോഗശാസ്ത്രം സംയോജിപ്പിക്കുന്നതിൽ വിജയം കണ്ടു. പക്ഷേ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അനന്തമായിട്ട് കിടക്കുക. അവർ പറയുന്നത് ഒരു 35% ലിറ്ററേച്ചർ ഇതുവരെ പഠന വിധേയമാക്കിയിട്ടുള്ളൂ, ബാക്കി 65% നമുക്ക് പിന്നെയും പഠിക്കാനായിട്ടുള്ളതാണ്. പക്ഷേ അതിനകത്ത് ഈ പുരാണം, ഇതിഹാസം ഇത് പറയുന്നതിലൊന്നും ശാസ്ത്രം അത്ര വാല്യൂ കാണുന്നില്ല. എന്നാൽ വേദാന്തത്തിനും ഉപനിഷത്തിലും ശാസ്ത്രം വാല്യൂ കാണുന്നുണ്ട്. അവിടെയാണ് ഈ കൺവെർജൻസ് വരുന്നത്. അപ്പോൾ ഈ വേദാന്തികൾ എന്ന് പറയുന്നത് ഋഷിമാരാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിരാർത്ഥത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിലൊക്കെ ഋഷിമാരാണ്, വേദാന്തികളാണ് അവർ. അപ്പം 4 വേദങ്ങളുണ്ട്. അതിലൊന്നാണ് അഥർവവേദം, അതിലൊന്നാണ് ആയുർവേദം. അതിലൊക്കെ ജീവിതശൈലിയൊക്കെ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരണങ്ങളുണ്ട്. പഞ്ചകോശ തത്വവും അതിൽപ്പെട്ടതാണ്. അതൊക്കെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് കിട്ടിയിരിക്കുന്നു, ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ നോളജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശ്രുതി എന്ന് പറയുന്ന ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രുതി എന്ന് പറയുന്ന കൂടിയാണ് അവർക്ക് നോളജ് കിട്ടുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ ഒരു ഗുരുകുലത്തിൽ ഒരു ഗുരുവിൻ്റെ കീഴിൽ കുറേ ശിഷ്യന്മാർ
നിയമങ്ങൾ, പ്രത്യേക നിയമ സംവിധാനങ്ങളോടുകൂടി അവർ ജീവിക്കുന്നു. അവർ ജീവിതം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒഴിഞ്ഞു വച്ചിരിക്കുന്നു, സന്യാസ ജീവിതത്തിനായിട്ട്. അതിലൊന്നും വെള്ളം കലർത്താതെ വളരെ നിശിതങ്ങളായ രീതിയിലാണ് അവർ ജീവിച്ചു പോന്നിട്ടുള്ളത്. പുരാതന കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് വേദമൊക്കെ വന്നത്. അപ്പം അവർ അഗാധ ധ്യാനത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് സംയോജിച്ച് നിൽക്കുക. ഇതിനാണ് യോഗിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ ഇൻഫർമേഷൻ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. നമ്മളെ ഈ മെമ്മറി ശ്രുതി മുഖാന്തരം കോൺഷ്യസിലുണ്ടെന്നുള്ളതാണ്. അതെ. അതായത് എങ്ങനെ ഈ തത് ഏകകം എന്ന് പറഞ്ഞ ഒരു പദപ്രയോഗമാണ് അവർ നടത്തിയിരുന്നത്. തത് ഏകകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംയോജിതാവസ്ഥയിൽ ഉണ്ടായിരുന്ന, അതായത് നസതീയ സൂക്തം ആണ് അതിനകത്ത്. ഒരു ഒന്നുമില്ലായിരുന്ന ഡാർക്ക്നെസ്, തമസ് മാത്രമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ നിർഗുണ ബ്രഹ്മൻ, അതിൽ നിന്ന് വേർപെട്ട് പ്രപഞ്ചം ഉണ്ടായിരുന്നു. അപ്പം ആ ഉണ്ടായ പ്രപഞ്ചത്തിലെ കോൺഷ്യസ്നെസ് ആയിട്ട് അവർ സംയോജിച്ച് നിൽക്കുകയാണ്. ആ സമയം സംയോജിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആ വിവരങ്ങൾ മുഴുവൻ ശ്രുതിയിൽ കൂടി അവർക്ക് കിട്ടുകയാണ്. ശ്രുതി എന്ന് പറയുന്നത് ആ അർത്ഥം ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അവർ കേൾക്കുകയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അത് അശരീരിയായിട്ട് വരാം, മറ്റു പല രീതിയിൽ അവർക്കത് കിട്ടി. പക്ഷെ അതിനകത്തെ ഒരു 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 റിലയബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഏകനാഥ ഈശ്വരൻ്റെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് വിവിധ ഗുരുകുലങ്ങളിൽ വിവിധ കാലഘട്ടത്തിൽ നടത്തിയ ഈ പ്രക്രിയ ഒരേ കാര്യമാണ് പറഞ്ഞു വന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്, ഇൻഫറൻസ് നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ബാഹ്യലോകം അവർ ദർശിച്ച് നക്ഷത്രങ്ങളുടെ ചലനം, മറ്റ് ഗ്രഹങ്ങളുടെ ചലനം, പക്ഷിമൃഗാദികളുടെ ജീവിതചര്യ, ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് അവർ ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തുകയും അവരുടെ ഈ പ്രപഞ്ചാത്മാവ് എന്ന് പറയുന്ന ആത്മൻ എന്നൊരു സങ്കല്പനം ശരിയാണോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. പ്രപഞ്ചത്തിൻ്റെ തനിപ്പകർപ്പാണ് ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരേ സമയം ആന്തരിക ലോകത്തെയും ബാഹ്യ ലോകത്തെയും അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കാരണം ചിതാകാശം അങ്ങനെയുള്ള ചില പദപ്രയോഗത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ഒത്തിരി അത് സംബന്ധിച്ച് ഒത്തിരി ടെർമിനോളജി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേദാന്തത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ചിതാകാശം എന്ന് ക്ലിയറായിട്ടുള്ള മേഘങ്ങളില്ലാത്ത ആകാശം, വോയിഡ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും ഈ വേദാന്തികൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന അവർ ട്രാൻസ്ലേറ്റേഴ്സിനെ വയ്ക്കും. എന്നിട്ട് സിൽക്ക് റൂട്ട് അങ്ങനെയുള്ള വിവിധ റൂട്ടുകളിൽ കൂടി സൗത്ത് അമേരിക്ക വരെ ഇവരുടെ നോളജ് അവർ പരിഭാഷകർ മുഖാന്തരം ചെലുത്തിയിരുന്നു. അങ്ങ് അറബ് നാടുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ അറിവുകൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വേദാന്തികൾ ലോകം മുഴുവൻ അവരുടെ നോളജ് സ്പ്രെഡ് ചെയ്ത്. പക്ഷേ ആ ഗ്രീക്ക് സംസ്കാരത്തിലും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും മറ്റ് പല സംസ്കാരത്തിലും അവരുടേതായ നോളജും ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈതർ സങ്കല്പം ഗ്രീക്കിലുള്ള ഒരു സങ്കല്പമാണ്, ക്വിൻറ്റിസെൻസ് എന്നോ അങ്ങനെ ഏതാണ്ട് പറയും. അവരും മോശമില്ലായിരുന്നു ഈ കാര്യങ്ങളിലൊന്നും. പക്ഷേ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പോയിട്ടുള്ളത് വേദാന്തികളുടെ. അപ്പോൾ ഇന്നിപ്പോൾ ശാസ്ത്രം പരിധി നോക്കുമ്പോഴത്തേ അതുപോലെ അസ്ട്രോണോമിക്കൽ ഇൻഫർമേഷൻസ് ധാരാളം കൃത്യമായിട്ട് വേദാന്തികളുടെ കയ്യിലുണ്ട്. ഈ കാലഗണിതം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ 365 66 ദിവസം വച്ചിട്ടുള്ള ഒരു വർഷത്തെ കണക്കുകൂട്ടൽ, ഭൂമിയുടെ ഗോളാകൃതി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതൊക്കെ കുറേയൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വേദാന്തികൾ പറഞ്ഞ് ശരിയായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ തമസ് എന്ന് പറയുന്ന കാര്യം അത് ഡാർക്ക് എനർജി ആണെന്നുള്ള രീതിയിലാണ് നവീന ശാസ്ത്രം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. തമസ് ഡാർക്ക് എനർജി. തിരുവനന്തപുരത്ത് ഉള്ള ദിവംഗതനായ ഡോക്ടർ താണു പത്മനാഭൻ ഒരു ടോപ്പ് ഫിസിസിസ്റ്റ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ടാറ്റ ഫണ്ടമെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൻ്റെ തന്നെ ഈ കാര്യത്തിലെ ഏറ്റവും വലിയ അതോറിറ്റി ആയിരുന്നു ഡോക്ടർ താണു പത്മനാഭൻ. ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ധാരാളം ഗവേഷണം നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡാർക്ക് എനർജിയെക്കുറിച്ച്. സാറിൻ്റെ പുസ്തകത്തിൽ ഡാർക്ക് എനർജി, ശിവസങ്കല്പം, ആദിയോഗി ശിവൻ എന്ന് പറയുന്നത്, അത് ഞാൻ പറയാം. ആ ഡാർക്ക് എനർജി
വേദാന്തികൾ ഈ പറയുന്ന അതീവ ബോധാവസ്ഥയിൽ നിന്നപ്പോഴത്തേക്കും അവർക്ക് കിട്ടിയ ശ്രുതി പ്രകാരം തമസ് എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്. ശാസ്ത്രം ഇപ്പം മനസ്സിലാക്കുന്നത് എന്താണ്? ഡാർക്ക് എനർജി എന്ന് വെച്ചാണ്. അപ്പം നമുക്കവിടെ ഒരു കൺവെർജൻസ് കാണാനുണ്ട്. സത്യത്തിൽ ഈ കൺവെർജൻസ് നമ്മൾ 5 കാര്യങ്ങളെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആദ്യം ഒന്നുള്ളത് എന്ന് പറയുന്നത് ശൂന്യത. ഞാൻ മുമ്പേ പറഞ്ഞ ആപേക്ഷിക ശൂന്യത. പിന്നെ അടുത്തതുള്ളത് എന്ന് പറയുന്ന കൽപ്പിത ലോകമാണ്. അടുത്ത സ്റ്റെപ്പ് മുന്നോട്ടുള്ള പ്രയാണമാണ്, ബോധത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. പിന്നെ ഒന്നുള്ളത് ക്വാണ്ടിക ലോകമാണ്. പിന്നെ അടുത്തത് പദാർത്ഥ ലോകമാണ്. പിന്നെ മനുഷ്യ പരിണാമമാണ്. അപ്പം ഈ ശൂന്യത എന്ന് പറയുന്ന ആപേക്ഷിക ശൂന്യതയാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ആ ആപേക്ഷിക ശൂന്യതയ്ക്ക് മുമ്പുണ്ടായിരുന്നത് എന്താണ്? ഈ പറയുന്ന തമസ്. അതിൽ തന്നെ സാറേ ഈ ശിവന്റെ സങ്കല്പം പറയുമ്പോഴേ നമ്മൾ കൈലാസം എന്ന് പറയുന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. അത് 2 ശിവൻ ഉണ്ട്, ശിവഭഗവാനും ഉണ്ട്. ഈ ശിവ എന്ന് പറയുന്ന അതിലും ഈ ശ്മശാനം എന്ന് പറഞ്ഞൊരു അർത്ഥം അതിനകത്ത് വരും എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ഇത് വേണ്ട. കാരണം എല്ലാം ഒടുവിൽ അവസാനം അവിടെ ചെന്ന് ചേരുന്നു. അദ്ദേഹം ചുടല ഭസ്മധാരിയായിട്ടിരിക്കുന്നു. ഭാരതീയ വേദാന്ത സങ്കല്പങ്ങളിലെ ഭസ്മാന്ത്യം ശരീരം എന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു തിരിച്ചുപോക്കിന്റെ ഒരു ഇതിനെ കൂടെ കാണിക്കുന്നു എന്നൊരു ഇത് പറയുന്നുണ്ട്. അതിൽ തന്നെ സാറേ ഈ ശിവന്റെ സങ്കല്പം പറയുമ്പോഴേ നമ്മള് കൈലാസം എന്ന് പറയുന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. അത് 2 ശിവൻ ഉണ്ട്, ശിവഭഗവാനും ഉണ്ട്. ഈ ശിവ എന്ന് പറയുന്ന അതിലും ഈ ശ്മശാനം എന്ന് പറഞ്ഞൊരു അർത്ഥം അതിനകത്ത് വരും എന്ന് വായിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു ഇത് വേണ്ട. കാരണം എല്ലാം ഒടുവിൽ അവസാനം അവിടെ ചെന്ന് ചേരുന്നു. അദ്ദേഹം ചുടല ഭസ്മധാരിയായിട്ടിരിക്കുന്നു. ഭാരതീയ വേദാന്ത സങ്കല്പങ്ങളിലെ ഭസ്മാന്ത്യം ശരീരം എന്നൊരു സങ്കല്പം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു തിരിച്ചുപോക്കിന്റെ ഒരു ഇതിനെ കൂടെ കാണിക്കുന്നു എന്നൊരു ഇത് പറയുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും ഒരുതരം ബിംബീകരണം. ഈ ബിംബീകരണം മുഖാന്തിരം അറിയേണ്ടവർ മാത്രം ഇത്തരം നോളജ് അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം അന്നത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ നാട് മുഴുവൻ ട്രൈബൽസും അങ്ങനെയുള്ള പല രീതിയിലുള്ള ജനങ്ങളുടെ ഒരു സഞ്ചയമായിരുന്നല്ലോ. ഏതാനും കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു. ഒരു 3-4 പരമാവധി 4-5 കോടി ജനങ്ങൾ ഇന്ത്യ ഭൂഖണ്ഡം മുഴുവൻ എടുത്തത്. എനിക്കറിയില്ല എത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവരിൽ ഭൂരിഭാഗം ആൾക്കാരും മൃഗവേട്ടയും മറ്റ് ചില്ലറ കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്നവരാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ, ഈ നോളജ് മുഴുവൻ. പക്ഷെ അവരാണേലും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കണ്ട എന്നുള്ള രീതിയിലാണ് മിക്കവാറും ഒക്കെ ഇത് എഴുതിപ്പെട്ടിരിക്കുന്നത്. ഹിംസൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് പല രീതി ഇപ്പം ചിദംബരത്തിലുള്ള ആ നടരാജ വിഗ്രഹം എന്ന് പറയുന്നത് സത്യത്തിൽ പ്രപഞ്ച നൃത്തത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. പ്രപഞ്ചത്തിൽ എനർജിയുടെ ഡാൻസ് അനുസ്യൂതം തുടർന്നു പോകും. അതുപോലെ സാർ ഈ ശിവസങ്കല്പത്തിൽ നമ്മളവിടെ ഈ നടരാജ ശിവനിൽ 1.618 എന്ന് പറഞ്ഞ നമ്പർ ഒരു ഗോൾഡൻ റേഷ്യോ അത് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഗോൾഡൻ റേഷ്യോയെക്കുറിച്ച് ഗണിതശാസ്ത്രത്തിന് അറിയാം. പക്ഷേ അതങ്ങനെ സേൺ പരീക്ഷണശാലയിൽ ഗോൾഡൻ റേഷ്യോ എന്ന് ഞാൻ കണ്ടു ആ യൂട്യൂബിലുള്ള കൊണ്ടുവന്നത്. അതൊക്കെ എനിക്കറിയില്ല അതിൻ്റെ സാങ്കേതികത എന്താണെന്ന്. ഈ കാലുകളുടെ അകലം ഈ ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് നമ്പറിലാണ് ഇത് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ട് 1.618 പറയുന്നുണ്ടെന്നും പറയുന്നു. അപ്പോൾ അതേ സങ്കല്പത്തിലാണ് ശിവൻ എന്ന് പറയുന്ന ഈ കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന വളരെ അവഗാഹമുള്ള ഒരാൾ, ക്ഷേത്രങ്ങളെക്കുറിച്ച് ഗവേഷണം പ്രവീൺ മോഹൻ ഈ കാര്യത്തിൽ വളരെ അഗ്രഗണ്യനാണ്. പ്രവീൺ മോഹൻ റിസർച്ച് maybe he will be able to give some input on that. ഇപ്പോൾ എൻ്റെത് ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയാം. ഈ ഗോൾഡൻ റേഷ്യോ ഞാൻ കേട്ടു. എന്നിട്ട് അവിടെ ചെന്ന് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഏതോ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയോ ചെയ്തെന്ന് പറഞ്ഞു പരീക്ഷണശാലയിൽ എന്തോ പരീക്ഷണം വിജയിക്കാതെ വരുന്നത്. അതൊക്കെ എന്തുമാത്രം സത്യം ഉണ്ടെന്നുള്ളത് അറിയില്ല. കാര്യമല്ല സാർ, ഞാൻ പറഞ്ഞത് അവിടെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ ഘടന എന്ന് പറയുന്നത് 1.618 ഉണ്ടാകാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അളന്ന് തിട്ടപ്പെടുത്തി അത് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ നടരാജ വിഗ്രഹം എന്നുള്ളത് ഒരു ഗോഡായിട്ട് നമുക്കതിനെ ആരാധിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ആ ബിംബീകരണത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എനർജിയുടെ ഡാൻസാണ്. ആ കോൺഷ്യസ്നെസ്സും ശിവശക്തി എക്സ്പ്രഷനാണ് അത്. ആനന്ദ കണ്ടീഷ് കുമാരസ്വാമിയുടെ ഒരു പുസ്തകമുണ്ട്, ഡാൻസ് ഓഫ് ശിവ എന്ന് പറഞ്ഞ കുമാരസ്വാമിയാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ കുമാരസ്വാമി കാപ്രയിലും പറയുന്നുണ്ട് ഡാൻസിനെ കുറിച്ച്. ബോസ്റ്റൺ മ്യൂസിയത്തിൻ്റെ ചെയർപേഴ്സൺ ഒക്കെ ആയിരുന്നു, ശ്രീലങ്കനോ മറ്റായിരുന്നു.
കുമാരസ്വാമിയാണ് സത്യത്തിൽ ഇതിനകത്ത് വലിയ ഇൻപുട്ട് കൊടുക്കുന്നത്. കുമാരസ്വാമിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത് നായനാന്മാരിൽ നിന്നായിരുന്നു. 103 നായനാന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഗോഡ് റിയലൈസ്ഡ് ആയിരുന്നു. അവരെല്ലാം ശിവഭക്തരായിരുന്നു. അവരൊക്കെ വിശ്വസിച്ചത് ദൈവം എന്നുള്ളത് അരുൾ പേരും ജ്യോതി, ഒരു മഹാജ്യോതിയാണെന്നുള്ളത്. ആ ജ്യോതി സത്യത്തിൽ ശാസ്ത്രം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു വെർച്വൽ ഫീൽഡാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ വേദാന്തികൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇങ്ങനെ ഒരു ശൂന്യതയിൽ നിന്ന് സ്വയംഭൂവാണ് ശിവൻ എന്ന് പറയുന്നത്. ശിവ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അത് ശിവ എന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറം 2 കുത്തും കൂടിയുണ്ട്. അവിഘ്നമസ്തു എന്ന് നമ്മൾ എഴുതുമ്പോൾ 2 കുത്തും കൂടിയുണ്ട്. അതിനെന്താ പറയുക? ശിവ കോളൻ 2 കുത്ത് അതുണ്ട് എന്ന് പറഞ്ഞാൽ ശൂന്യത. ഞാൻ ശൂന്യതയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ രൂപം എന്ന് പറയുന്നത് ശബ്ദമാണ് എന്നൊക്കെ അതിൻ്റെ അർത്ഥം പ്രണവമാണ്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കൃത്രിമ പ്രപഞ്ചമുണ്ടാക്കി. അപ്പോൾ കൃത്രിമ പ്രപഞ്ചത്തിൽ അവർ തണുപ്പിച്ച് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ശബ്ദത്തിൻ്റെ ഘടനകളാണ് ഉണ്ടായത്. വളരെ ചെറിയ ഒരു വെറും 8-10 മൈക്രോൺ ചെറിയ ഒരു വ്യാസത്തിലുള്ള ഒരു കൃത്രിമ പ്രപഞ്ചമാണ് അവർ ടെസ്റ്റ് ട്യൂബിലുണ്ടാക്കിയത്. എന്നിട്ട് കൃത്രിമമായിട്ട് അതിൽ പൾസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശബ്ദത്തിൻ്റെ ബഹുഘടനകളാണ് ഉണ്ടായത്. ആ ശബ്ദത്തിൻ്റെ ബഹുഘടനകൾ പിന്നെ അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി, കൊളൈഷൻസ് തുടങ്ങി. അങ്ങനെ അവരുടെ മുമ്പിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അവർ ദർശിച്ചു. 2014 മറ്റേ നടത്തിയിട്ടുള്ള മഹാസ്ഫോടനം, കൃത്രിമ മഹാസ്ഫോടനം. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഏതാ? ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അത് ലാർജ് ഹാഡ്രോണല്ല, അത് വേറെ ഒരു പരീക്ഷണശാലയിലാണ് നടത്തിയത്. അപ്പം അതുമായിട്ട് ബന്ധമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിൻ്റെ തുടക്കം ജയൻ്റ് അക്വസ്റ്റിക് വേവ്സ് എന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. വലിയ സൗണ്ടിൻ്റെ വേവ്സാണ് ആദ്യം തുടങ്ങിക്കൊണ്ടിരുന്നത്. അത് ഫിൽറ്റർ ചെയ്ത് പ്രപഞ്ചം വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പക്ഷേ 5000-6000 വർഷം മുമ്പ് ഋഷിമാർ കേട്ട ഈ പറയുന്ന പ്രണവശബ്ദം, അതിൻ്റെ ഇവല്യൂഷണറി പ്രോസസ്സ്, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള ജയൻ്റ് അക്വസ്റ്റിക് പ്രണവം വന്നിട്ട് പിന്നീട് പ്രകാശരശ്മികളും മറ്റു പല പദാർത്ഥങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് വേദാന്തികൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ സാറ് പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഫോട്ടോൺ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്, ഫോട്ടോൺ ചാഞ്ചല്യം. അതുപോലെ തന്നെ സ്വയംഭൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശിവസങ്കല്പത്തിലും ഈ 2 കാര്യങ്ങളും വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ശൂന്യതയിൽ നിന്ന് കൽപ്പിത ലോകത്തിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന ചാഞ്ചല്യം വരുന്നത്, ക്വാണ്ടിക ചാഞ്ചല്യം വരുന്നത്. ആ ക്വാണ്ടിക ചാഞ്ചല്യം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇതാണ്. കണങ്ങൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് വെർച്വൽ ആൻഡ് ആൻറ്റി പാർട്ടിക്കിൾസ്. അതിൽ നിന്ന് റിയൽ പാർട്ടിക്കിൾസ് ഉണ്ടായി. അപ്പോൾ അത് സാധാരണ പരീക്ഷണം കാസിമീർ ഇഫക്റ്റ് എന്നും പറയുന്ന ഒരു തത്വമുണ്ട്. അതും പ്രകാരം അവർ ദ്രവ്യത്തെ നിർമ്മിച്ചെടുത്തു. മറ്റു പല രീതിയിൽ ശൂന്യതയിൽ നിന്ന് അവർ ദ്രവ്യത്തെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെയും ഈ പറയുന്ന വേദാന്തിക് പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് ഒരു കൺവെർജൻസ് വരുന്നുണ്ട്. പക്ഷേ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള ഒരു മീനിങ് അല്ല അവിടെ. ആ ആശയത്തിൻ്റെ ഒരു സംയോജനമാണ് വരുന്നത്. ഈ കൽപ്പിത കണങ്ങൾ, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന, ഇവർ പറയുന്ന ശൂന്യത എന്ന് പറയുന്നതിൽ അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആശയങ്ങളൊന്നായിരുന്നു. ഇവർക്ക് കിട്ടിയ ശ്രുതിയിൽ നിന്നുള്ള അറിവാണ്. പിന്നെ സ്മൃതി എന്ന് പറയുന്ന അറിവുണ്ട്. സ്മൃതി എന്ന് പറയുന്ന അറിവ് ശ്രുതിയുടെ അത്രയും ക്വാളിറ്റിയുള്ള അറിവല്ല. സ്മൃതി എന്ന് പറഞ്ഞാൽ വേറൊരു യോഗിക് പ്രോസസ്സാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ് എപ്പോഴും ശ്രുതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൺഫർമേഷൻ കൊടുത്താൽ മതി എന്നുള്ളതാണ് അവരുടെ തത്വചിന്തകർ പറയുന്നത്. ഈ സ്മൃതിയെ സംബന്ധിച്ച് ഉള്ള അറിവുള്ളവർ പറയുന്നത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട്
ക്വാണ്ടിക ലോകമാണുള്ളത്. ക്വാണ്ടിക ലോകം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ക്വാണ്ടിക ലോകം. എന്താണ് ക്വാണ്ടിക ലോകം എന്ന് വെച്ചാൽ വളരെ ചെറിയ ഊർജ്ജതന്തുക്കൾ വിലസുന്ന ഒരു ലോകം. അപ്പോൾ ഈ ഊർജ്ജതന്തുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉദാഹരണത്തിന് പ്രകാശരശ്മി. അതുപോലെ ഇവിടെ കോടാനുകോടി ഈ മുറിയിൽ ഇപ്പോൾ കോടാനുകോടി വേവ്സ് അവിടെ ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പലതിലും റേഡിയോ വേവ്സ് ഉണ്ട്, മറ്റ് വികിരണങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ നമ്മുടെ ക്യാമറാമാൻ്റെ തോട്ട് പ്രോസസ്സ് എന്നാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് വികിരണങ്ങളുണ്ട്. അതിലുപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ആർട്ടിഫിഷ്യൽ വികിരണങ്ങളുണ്ട്, സാറ്റലൈറ്റിൻ്റെ ഉണ്ട്, പ്രകൃതിദത്തമായ തന്നെയുള്ള റേഡിയേഷൻസ് ധാരാളമുണ്ട്. അപ്പം അത് ക്വാണ്ടം ലോകമാണ്. അവിടെ നുരയുകയും പതയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണത്. അവിടെ ശാസ്ത്രജ്ഞർ പറഞ്ഞത് ആ ലോകം ഒരു പരിധി വരെ നമുക്ക് ദർശിക്കാനൊക്കുള്ളൂ എന്നുള്ളത്. അതാണ് ഹെയ്സൻബർഗിൻ്റെ അനിശ്ചിത തത്വം എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ലോകത്തിൻ്റെ സ്വഭാവം അങ്ങ് മാറും. മനസ്സിലായി? അപ്പം പ്രപഞ്ചത്തെ ഒരു പരിധി വരെ ദർശിക്കാൻ സാധിക്കൂ എന്ന് ശാസ്ത്രജ്ഞർ സമ്മതിച്ചിട്ടുണ്ട്, സർവാത്മന സമ്മതിച്ചിട്ടുണ്ട്. ആരും അതിനെ എതിർക്കുന്നില്ല. അപ്പോൾ അതെന്താണ്? മായയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ വേദാന്തികൾ പറഞ്ഞിരിക്കുന്ന ഈ ക്വാണ്ടിക ലോകത്തിൽ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, ഫ്രീ ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിക്കിൾ മാറി നിൽക്കുന്നത്. അത് ശൂന്യതയിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ മാറി നിൽക്കുക. സത്യത്തിൽ അവൻ്റെ പെയർ പാർട്ടിക്കിൾ വന്ന് അത് സംയോജിച്ച് അത് ഇല്ലാതായി തീരേണ്ടതാണ്. പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ദ്രവ്യം നിർമ്മിച്ചെടുക്കാം. അങ്ങനെ ദ്രവ്യം നിർമ്മിച്ചെടുത്ത് ചില എക്യുപ്മെൻസിൻ്റെ പാറ്റൻസ് വരെ ചില അമേരിക്കൻ സാങ്കേതിക ശാസ്ത്രം കിട്ടിയിട്ടുണ്ട്. ഹെൻറി മൊറേ എന്ന് പറയുന്ന ഒരാൾ ഏതാണ്ട് 50 വാട്ട്സ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഈ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു. പിന്നെ പരമഹംസ തിവാരി എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ഫ്രിക്ഷൻലെസ് ജനറേറ്റർ ഉണ്ടാക്കിയെടുത്തു. നാനോ ടെക്നോളജിയായിട്ട് കണക്ഷൻ ഉണ്ട്? അതിലില്ല, അതൊക്കെ ഇതിനു മുമ്പേ ഉള്ളതാണ്. അത് ശൂന്യതയിൽ നിന്നുള്ള ഉൽപ്പാദിപ്പിച്ച കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസ് ഉൾപ്പെടുത്തുന്നത്. അത് 300% എഫിഷ്യൻസിയുള്ള ജനറേറ്ററാണ് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ 100 വാട്ട് ഇൻപുട്ടിന് 300 വാട്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അത് മറ്റേ യൂട്യൂബിൽ കിട്ടും. പക്ഷെ അതൊന്നും ഇനി പച്ചപിടിച്ച് പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലെൻസ് ലോ എന്നും പറഞ്ഞൊക്കെ ഏതാണ്ടൊക്കെ ചില കാര്യങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ള യന്ത്ര സംവിധാനമാണ് ഈ തിവാരി കൊണ്ടുവന്നത്. ഇച്ചിരി സാങ്കേതികത്വം ഉള്ളതാണത്. പക്ഷെ അതൊന്നും പച്ചപിടിച്ച് പോകത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ജനറേറ്റർ ഉണ്ടാക്കാനായിട്ട് കോടാനുകോടി ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ കമ്പനികൾ ഇനിയിപ്പോൾ ഈ 100 വാട്ടിന് 300 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റർ അതൊന്നും സമ്മതിക്കില്ല. അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളും തമസ്കരിക്കപ്പെടുന്നത്. അപ്പം ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ക്വാണ്ടിക ലോകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് ഡിസിപ്പിറ്റ് ചെയ്ത് പോകും. അതൊരു പരിധി വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മായയാണ്. അവരൊക്കെ അന്തം വിട്ടുപോയി. ഇതെന്താ ഇപ്പോൾ മരണശേഷം മനുഷ്യൻ്റെ ജീവിതം തുടരുന്നുണ്ടോ എന്നല്ല അവർ. അപ്പോൾ അതിലൊരു ശബ്ദം ഈ റൗഡീവിൻ്റെ തന്നെ ഗ്രാൻഡ് മദറിൻ്റെ ആയിരുന്നു. അവർ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു EVP ഒരു വസ്തുതയാണ്, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. എനിക്ക് ഇലക്ട്രോണിക്സ് വോയിസ് ഫിനോമിന ചെറുപ്പകാലത്ത് കിട്ടിയിരുന്നു. അത് എൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് എൻ്റെ വീടിൻ്റെ തറയിൽ കിടന്നപ്പോൾ എൻ്റെ ഇടത്ത് ചെവിയിൽ ഒരു ശബ്ദം എന്നെ ഉണർത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം, വളരെ മധുരിതമായിരുന്ന ഒരു ശബ്ദമായിരുന്നു കിട്ടുന്നത്. അത് പക്ഷേ ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. വോയിസസ് ഫ്രം ഇറ്റേണിറ്റി, സാറ വിൽസൺ എസപ്പ്. അവർ ഈ പറയുന്ന മരണപ്പെട്ടവരുടെ ഉണ്മകളെ അവരുടെ റൂമിൽ വരുത്തി. അതിന് കാരണം ആ അഭൗതിക ലോകത്തിൽ നിന്ന് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിൽത്തെ അങ്ങനെ ഒരു പറഞ്ഞ പേരാണ് സാറ വിൽസൺ. അവർ ശബ്ദരൂപേണയാണ് ഇവരുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടത്. പിന്നീട് അവർ പ്രകാശം ചൊരിയുന്ന ഓർബ്സ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഗോളങ്ങളായിട്ട് അവരുടെ മുറിയിൽ വന്ന് തത്തിക്കളിക്കുകയാണ് ചെയ്തത്. അവർ ടേബിളിലും ഒക്കെ ഈ മിന്നാമിനിങ്ങിനെ പോലെ പാറി നടന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ക്വാണ്ടിക ലോകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് ഡിസിപ്പിറ്റ് ചെയ്ത് പോകും. അതൊരു പരിധി വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മായയാണ്. ആ മായ ഒരു കാലം നശിക്കും. പിന്നെ എന്താണ് പ്രപഞ്ചത്തിൽ ആത്യന്തികമായിട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ
ഏക കാര്യം പ്രാപഞ്ചിക ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ മുഴുവൻ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സവിശേഷത സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യം. അത് പ്ലാങ്ക് സ്കെയിലിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട് മുകളിലോട്ടുള്ള കോസേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടുള്ള ഹേതു ഓരോന്ന് നിർമ്മിച്ച് കൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മിതി മുഴുവൻ മായയാണ്. നിർമ്മിതി മുഴുവൻ നശിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മായം ഇപ്പം ഹാർഡ് പ്രോബ്ലം ടു സോൾവ് എന്ന് പറഞ്ഞ് ഓക്സ്ഫോർഡിലെ ഒരു സയൻറ്റിസ്റ്റ് പറയുമായിരുന്നു, ഒരു ലേഡിയാണ്, അവർ പറയുമായിരുന്നു, ഐ ക്യാൻ സീ എ ഡോഗ് മൈ ക്യാറ്റ് സ്ക്രാച്ചിങ് ദ ഡോർ, ഹൗ ക്യാൻ ഐ സേ ദാറ്റ് ഈസ് ആൻ ഇല്യൂഷൻ എന്ന് അവർ ചോദിച്ചു. ശരിയല്ലേ? വളരെ ഷാലോ രീതിയിൽ ചിന്തിച്ചാലാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ ആ ക്യാറ്റ് ചത്തുപോവില്ലേ? എന്നിട്ട് ക്യാറ്റിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ലയിക്കപ്പെടും. ആ ലയിക്കുന്ന എൻ്റെ ലോകം ഒരു കാലത്ത് ഈ കോൺഷ്യസ്നെസ് ലയിക്കും. അതാണ് വേദാന്തികൾ പറയുന്നത്. നമ്മൾ ആ റിലേറ്റീവ് വേൾഡിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് മായയല്ല. മുമ്പിലിരിക്കുന്ന ചെയറുണ്ട് അവിടെ, അതൊന്നും മായയല്ല. പക്ഷേ വേദാന്തികൾ പറഞ്ഞ മായ എന്ന് പറഞ്ഞാൽ ഇൻ ടോട്ടാലിറ്റി എടുത്തിട്ടുള്ള ടൈമും കൺസെപ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് മായ. ബാക്കിയുള്ളതൊക്കെ ആപേക്ഷിക യാഥാർത്ഥ്യം എന്ന് പറയാം. അപ്പം ഈ ക്വാണ്ടിക ലോകം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ പദാർത്ഥ ലോകം. അപ്പം നമുക്ക് ചുറ്റും ക്വാണ്ടം ലോകമാണുള്ളത്. ആ ക്വാണ്ടം ലോകം ദർശിക്കാനായിട്ട് നമുക്കൊക്കെ പരിമിതികളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, അത് മായയാണെന്ന് പറഞ്ഞു. പദാർത്ഥ ലോകം, ഈ പദാർത്ഥ ലോകത്തിലേക്ക് വരുമ്പോൾ ക്വാണ്ടം കൊഹറൻസ് എന്നും പറഞ്ഞ് വേറൊരു പദപ്രയോഗം ഇവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരികയാണ്, പദാർത്ഥങ്ങളുടെ കോമ്പിനേഷൻസ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ കൂടുതൽ സംയോജിച്ച പദാർത്ഥങ്ങളായിട്ട് മാറും. ഇതൊക്കെ എനർജിയുടെ ഒരു പ്ലേ ആണെന്ന് കണക്കാക്കിയാൽ മതി. പദാർത്ഥങ്ങൾ വരുന്നു, മുമ്പിൽ ഉള്ള വൃക്ഷം അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഫ്ലോറ്, ഈ പറയുന്ന സകല കാര്യങ്ങൾ പദാർത്ഥ ലോകങ്ങളാണ്. പക്ഷെ അവിടെയും മായയുടെ ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊപ്പല്ലർ വളരെ ഫാസ്റ്റായിട്ട് കറങ്ങുകയാണ്. സത്യത്തിൽ പ്രൊപ്പല്ലർ കറങ്ങാതിരിക്കുമ്പോഴത്തേ അതിനിടയ്ക്കുള്ള സ്പേസ് നമ്മൾ ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് കറങ്ങുമ്പോൾ എന്താണ് നമ്മൾ പ്രൊപ്പല്ലർ, അതൊരു സോളിഡായിട്ടുള്ള ഒരു ചക്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് കൈമുറിയും. അതല്ലേ ഒരു വടി കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അതിനകത്തൂടെ നമുക്ക് കടത്തിവിടാൻ പറ്റില്ല. കാരണം ആ പ്രൊപ്പല്ലർ ഒരു 5000 റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ കോൺക്രീറ്റ് പ്രതലത്തിൽ ഉള്ളത് മുഴുവൻ ഈ എനർജിയുടെ വളരെ ഫാസ്റ്റായിട്ടുള്ള റൊട്ടേഷനാണ്. അത് എന്തുമാത്രം ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതനുസരിച്ചാണ് ആ കോൺക്രീറ്റ് പ്രതലത്തിൻ്റെ ഘനീകരിച്ച അവസ്ഥ. അപ്പോൾ കോൺക്രീറ്റിൻ്റെ പ്രതലത്തിലുള്ള പാർട്ടിക്കിൾസ് അത് ഇലക്ട്രോൺസ്, അതിൻ്റെ കറക്കം എന്ന് പറയുന്നത്, അവിടെയുള്ള കറക്കം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു സ്പോഞ്ചിൻ്റെ പ്രതലത്തിലുള്ളത് അത്രയും ഫാസ്റ്റല്ല. ആ പദാർത്ഥ ലോകത്തിൽ നിന്നാണ് പിന്നെ ഞാൻ പറഞ്ഞ ക്വാണ്ടം കൊഹറൻസ് കഴിഞ്ഞ് മനുഷ്യപരിണാമവും അതിൽ നിന്ന് ടിഷ്യൂസ്, പിന്നെ ചരാചരങ്ങളായിട്ടുള്ളത് ജൈവ പരിണാമങ്ങളുമൊക്കെ സംഭവിച്ച് മനുഷ്യപരിണാമം സംഭവിച്ച് നമ്മൾ ഇന്നത്തെ നിലയിലെത്തി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ്. ഇതിൽ 2 പ്രോസസ്സ് അടങ്ങിയിട്ടുണ്ട്: ഭൗതിക പരിണാമവും അഭൗതിക പരിണാമവും ഭൗതിക പരിണാമവും. ഇതാണ് വേദാന്തികൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പലതിലും ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണെന്നുള്ളതാണ് വാസ്തവം. ശാസ്ത്രത്തിൽ പരിണാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ വേദാന്തികൾ അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാത്തിലും നമുക്കത് കാണാൻ അത്തരം കാര്യങ്ങളാണ് ഈ കൺവെർജൻസ് എന്നുള്ള കാര്യത്തിൽ വന്നിരിക്കുന്നത് ശാസ്ത്രവുമായിട്ടുള്ള. ഓക്കെ സാർ, ഈ EVP അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന ഇങ്ങനെ സാറുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടൊരു ടേമാണ്, അതിനെക്കുറിച്ച് സാറൊന്ന്. ഈ ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന എന്നുള്ളത് സത്യത്തിൽ 1920 സയൻറ്റിഫിക് അമേരിക്കൻ്റെ ഒക്ടോബറിൽ ഒരു സ്പെഷ്യൽ ഇഷ്യൂ വന്നിരുന്നു. ഈ സ്പെഷ്യൽ ഇഷ്യൂവിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ചർച്ച വന്നപ്പോഴാണ് തോമസ് ആൽവ എഡിസൺ 1930 ദിവംഗതനായ തോമസ് ആൽവ എഡിസൺ 1920 ഈ സയൻറ്റിഫിക് അമേരിക്കനെ എഴുതി മരണശേഷം മനുഷ്യൻ്റെ ഉണ്മ അല്ലെങ്കിൽ മനുഷ്യ സത്ത
എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു എനർജി ആയിരിക്കും. ഒരു എനർജി ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെഷീൻ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ അതിൻ്റെ പരിശ്രമത്തിലാണെന്ന് പറഞ്ഞു. പക്ഷേ 5-8 വർഷം അദ്ദേഹം പരിശ്രമിച്ചിട്ടും റിസൾട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ അത് ഒന്നും കണ്ടുപിടിക്കാതെ കണ്ട് എഡിസൺ ദിവംഗതനായി. പക്ഷേ 1930 ശേഷം ഇതിൻ്റെ ചൂട് പിടിച്ച് റൗഡീവ്, കോൺസ്റ്റൻറ്റൈൻ റൗഡീവ് എന്നും പറഞ്ഞ ഒരു ലാത്വിയൻ സൈക്കോളജിസ്റ്റ് ഇതിൽ ഗവേഷണം നടത്തി. അപ്പം അങ്ങനെ ഗവേഷണം നടത്തി പുള്ളി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്ത്. ഒരു ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ചിട്ട്, അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡറൊക്കെ വന്നിരുന്നു, ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ച് വിജനമായ സ്ഥലത്ത് ഒരൊറ്റ ചോദ്യം, ഈസ് ദെയർ എനിവൺ ഔട്ട് ദെയർ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ഈ ടേപ്പ് റെക്കോർഡർ അവിടെ വച്ചിരുന്നു. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് റീപ്ലേ ചെയ്തപ്പോഴത്തേക്കും കൂന്നും പറഞ്ഞ് ചെറിയ ശബ്ദം കിട്ടി. അത് മറ്റൊരു രീതിയിൽ അത് റീപ്ലേ ചെയ്തു. റീപ്ലേ ചെയ്തപ്പോഴത്തേക്കും അത് മനുഷ്യ ശബ്ദമാണ് കേൾക്കുന്നത്. അതിൻ്റെ മനുഷ്യ ശബ്ദത്തിന് സമാനമായ ശബ്ദമാണ് ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് അവർക്ക് വേർതിരിച്ചറിയാൻ അന്ന് പറ്റിയില്ല. ഈ അന്ന് കിട്ടിയ ഏതാനും ശബ്ദങ്ങൾ, ഇങ്ങനെ അനേകായിരം ശബ്ദങ്ങൾ ഈ ടേപ്പ് റെക്കോർഡർ ഉപയോഗിച്ച് റൗഡീവ് റെക്കോർഡ് ചെയ്തു. കോൺസ്റ്റന്റൈൻ റൗഡീവ്. ഇത് പിന്നെ നമ്മുടെ കൃഷ്ണയ്യർ സാറിൻ്റെ പുസ്തകത്തിൽ കറക്റ്റ് അതാണ് ഞാനിപ്പം വന്നത്. വി ആർ കൃഷ്ണയ്യർ എഴുതിയ ഡെത്ത് ആൻഡ് ആഫ്റ്ററിൽ ഇതിനെക്കുറിച്ച് വിവരണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൗഡീവ് ഈ ശബ്ദത്തെ 2-3 രീതിയിൽ തരം തിരിച്ചു. ക്ലിയറായിട്ട് കേൾക്കാവുന്നതും അല്ലാത്തതും അസ്പഷ്ടമായിട്ടുള്ളതും പറഞ്ഞു. എന്നിട്ട് പത്രസമ്മേളനം വിളിച്ചു ലണ്ടനിൽ. അന്ന് ഹാർപ്പർ കോളിൻസിൻ്റെ പബ്ലിഷറും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമായിരുന്നു. എന്നിട്ട് ടേപ്പ് റെക്കോർഡർ പ്ലേ ചെയ്ത് കാണിച്ചു, കേൾപ്പിച്ചു കൊടുത്തു ഈ പത്രസമ്മേളനത്തിൽ. അപ്പം ഡിപ്ലോമാറ്റ്സ് അങ്ങനെയുള്ള പല ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമ്മുടെ ഇവിടെയും പ്രധാനപ്പെട്ട മീറ്റിംഗ് നടത്തുമ്പം വിവിധ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റ്സിനെ, അംബാസിഡേഴ്സിനെയൊക്കെ വിളിക്കും. അപ്പോൾ അവരൊക്കെ അന്തം വിട്ടുപോയി. ഇതെന്താ ഇപ്പം മരണശേഷം മനുഷ്യൻ്റെ ജീവിതം തുടരുന്നുണ്ടോ എന്നല്ല അവർ. അപ്പോൾ അതിലൊരു ശബ്ദം ഈ റൗഡീവിൻ്റെ തന്നെ ഗ്രാൻഡ് മദറിൻ്റെ ആയിരുന്നു. അവർ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തും സ്കെപ്റ്റിക്സ് വന്ന് കയറി. അവർ പറഞ്ഞു ഇത് ഏതാണ്ട് റേഡിയോ സംപ്രേഷണോ മറ്റെയാണ്, അതിൽ നിന്ന് കിട്ടിയ ശബ്ദമാണ്. പക്ഷേ ഇന്നിപ്പോൾ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു EVP ഒരു വസ്തുതയാണ്, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. എനിക്ക് ഇലക്ട്രോണിക്സ് വോയിസ് ഫിനോമിന ചെറുപ്പകാലത്ത് കിട്ടിയിരുന്നു. അത് എൻ്റെ ഗ്രന്ഥത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിടത്ത് എൻ്റെ വീടിൻ്റെ തറയിൽ കിടന്നപ്പോൾ എൻ്റെ ഇടത്ത് ചെവിയിൽ ഒരു ശബ്ദം, എന്നെ ഉണർത്താൻ ശ്രമിക്കുന്ന രീതിയിലൊരു ശബ്ദം, വളരെ മധുരിതമായിരുന്ന ഒരു ശബ്ദമായിരുന്നു കിട്ടുന്നത്. അത് പക്ഷേ ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അതാ ഇതെൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. പിന്നെ ഞാൻ ഇത് സംബന്ധിച്ച് ആർട്ടിക്കിൾ, ഇപ്പോൾ അന്നൊക്കെ ടൈം മാഗസിനൊക്കെ വായിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എവിടെയെങ്കിലും വന്നിരുന്നു ഞാനത് വായിക്കുമായിരുന്നു. പിന്നെ സാറ വിൽസൺ എസപ്പ് എന്നും പറഞ്ഞ വലിയൊരു ഗവേഷകയുണ്ടായിരുന്നു. അവരിതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തി, ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. അത് കൂടുതൽ ഗവേഷണം നടത്തുക മാത്രമല്ല, അവർക്ക് സ്പിരിറ്റ് ലോകത്തിൽ നിന്ന് ആ പുസ്തകം വോയിസസ് ഫ്രം ഇറ്റേർണിറ്റി എന്നും പറഞ്ഞൊരു പുസ്തകമാണത്. ആർക്കാണെന്ന് വാങ്ങിച്ചു വായിക്കാം. വോയിസസ് ഫ്രം ഇറ്റേർണിറ്റി, സാറ വിൽസൺ എസപ്പ്. അവർ ഈ പറയുന്ന മരണപ്പെട്ടവരുടെ ഉണ്മകളെ അവരുടെ റൂമിൽ വരുത്തി. അതിന് കാരണം ആ അഭൗതിക ലോകത്തിൽ നിന്ന് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിൽത്തെ അങ്ങനെ ഒരു പറഞ്ഞ പേരാണ് സാറ വിൽസൺ. അവർ ശബ്ദരൂപേണയാണ് ഇവരുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടത്. പിന്നീട് അവർ പ്രകാശം ചൊരിയുന്ന ഓർബ്സ് ആയിട്ട്, ഓർബ്സ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഗോളങ്ങളായിട്ട് അവരുടെ മുറിയിൽ വന്ന് തത്തിക്കളിക്കുകയാണ് ചെയ്തത്. അവർ ടേബിളിലും ഒക്കെ ഈ മിന്നാമിനിങ്ങിനെ പോലെ പാറി നടന്നു എന്നാണ് അവർ പറയുന്നത്. അത് ഒത്തിരി കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ അവരുടെ എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു. സാറ വിൽസൺ എസപ്പ് 2007 മറ്റും മരിച്ചു. അതിനുശേഷം അവർ പിന്നെ മറ്റ് EVP പരീക്ഷണങ്ങൾ നടത്തി ഇവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മുടെ ഈ പറയുന്ന പഞ്ചകോശത്തിലെ ഒരു കോശം നഷ്ടപ്പെട്ടാലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു അഭൗതിക ലോകത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് പക്ഷേ പ്യൂർ ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ സാവധാനം അവരിൽ നിന്ന് കുറേ പേരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ പരീക്ഷണങ്ങളുടെ ഡേറ്റ ചെന്ന് കഴിയുമ്പോഴത്തേക്കും
അവരും ഇത് പരീക്ഷിച്ച് നോക്കാൻ തുടങ്ങി. അതിലൊന്നാണ് ഈ ഊജ ബോർഡ്, ഇതുപോലെ ഒരു രീതിയാണ്. പക്ഷെ അതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്ന് EVPക്ക് അപ്പുറമുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട് നമുക്ക്. ഒരു കാര്യം ഞാൻ ശ്രീ ബിജു പത്മനാഭനോട് ഷെയർ ചെയ്യുകയാണ്. ഒരു 10 വർഷത്തിനകം മൊബൈൽ ഫോൺ പോലെ ഒരു സംവിധാനം ഇവിടെ വരും. അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് മരണപ്പെട്ടവരുമായിട്ട് വോയിസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. വേണ്ടി വന്നാൽ വിഷ്വലായിട്ടും സാധിക്കും എന്നുള്ളൊരു വസ്തുതയാണ്. അത് സംബന്ധിച്ച് ധാരാളം പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മുടെ സദാ രാഷ്ട്രീയത്തിലും മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതമായിരിക്കുന്ന കേരളീയ ജനതയ്ക്ക് ഇതൊന്നും പ്രാപ്തമായിട്ടില്ല ഇതുവരെ. പക്ഷേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിൽ ഇതുപോലെയുള്ള സാന്നിധ്യങ്ങൾ, വൈബ്രേഷൻസ് വരുന്ന ചില വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സംവിധാനങ്ങളുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാം. അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അതാണ് ചിലയിടത്ത് ഈ ഭൂതപ്രേതം വരുന്നിടത്തൊക്കെ മറ്റേ ഇലക്ട്രിക് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് വരുന്നു. മനസ്സിലായി. അതിപ്പം ഡിറ്റക്ട് ചെയ്യാനുള്ളൊരു ഇത് വർഷങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ വളരെ അവധാനതയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സമൂഹത്തിൽ ഭയഭീതി ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ആകരുത്. കാരണം ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില ഭയഭീതിയാണ് മനുഷ്യരുടെ. പക്ഷെ ഭയത്തിൻ്റെ ആവശ്യം, നമ്മളൊക്കെ ആ ലോകത്തിലേക്ക് നമ്മളെന്തിനാ ഭയക്കുന്നത്? നമ്മുടെയൊക്കെ ഇവൻച്വൽ ഫേറ്റ് അതല്ലേ? അതാണ്. അപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഒരു ആത്മാവിനെ വരുത്തി ചില കേസ് അന്വേഷണം നടത്തിയതൊക്കെ കോൺട്രവേഴ്സ്യൽ. പക്ഷെ സത്യത്തിൽ അതൊക്കെ ഒരു വാസ്തവമാണ്. EVP ഡാറ്റ അന്വേഷിക്കുന്നവർക്കൊക്കെ അറിയാം ഇതൊരു വാസ്തവമാണ്. പിന്നെ അവർ ഏത് ലോകത്തിൽ ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ക്രിസ്റ്റൽ മെമ്മറിയാണ് സാറിനുള്ളത്. കാരണം ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് ഏതാണ്ട് 1 മാസം കഴിയുമ്പോൾ സാർ കറക്റ്റ് എന്നെ വിളിച്ചു. ഞാനോട് ഉണ്ടാവും. എന്നിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം അത്രയും സ്പെസിഫിക് ആയിട്ട് സാറ് മെമ്മറി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമല്ലേ. അത് എന്തിനാ അതുപോലെ ഒരു അത്യുന്നത നിലയിൽ ഒരു പോലീസ് ഓഫീസർ എന്തിനാ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് കള്ളത്തരം പറയുന്നത്? അത് EVP ഡാറ്റയെ കുറിച്ച് മനസ്സിലാക്കണം. അത് കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് കോട്ട് ചെയ്ത് അതൊക്കെയാണ് അതിൻ്റെ മറ്റ് പല ഡേറ്റകളും ഉണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത പുസ്തകത്തിൽ വരും. അതൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ജിജ്ഞാസ തല്ലിക്കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വായിക്കുക. ബിജു പത്മനാഭൻ ആദ്യത്തെ കോപ്പി ഞാൻ തരും. നിങ്ങളുടെ രഹസ്യം എൻ്റേതും. കേട്ടോ? അത്രയും കാര്യങ്ങൾ EVPയെ കുറിച്ച് തൽക്കാലം പറയാം. ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഓക്കെ സാർ. കാം ഓഫ് മൈൻഡ് വെൻ ഓൾ പാഷൻ സ്പെൻഡ് എന്ന മിൽട്ടൻ്റെ ഒരു വരിയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ശരിക്കും ഒരു ട്രാൻസിനും തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ വളരെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ചർച്ചയെന്ന് പറഞ്ഞാൽ ഞാനിടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുന്നു. സാറിൻ്റെ നോളജ് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു പ്രവാഹമായിരുന്നു എന്ന് വേണം പറയാൻ. യാതൊരു വിധത്തിലുള്ള ഇൻറ്ററപ്ഷൻസൊന്നും ഇല്ലാതെ നല്ല സുഗമമായിട്ട് ഒഴുകുന്ന ഒരു ഗംഗാപ്രവാഹം, ജ്ഞാനത്തിൻ്റെ ഗംഗാപ്രവാഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അനുഭവം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയും എന്നുള്ളതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ആളുകളുടെയും ഒരുവിധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇതോടുകൂടി ക്ലിയർ ആകും എന്നും എനിക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഇത്രയും വലിയ അറിവിൻ്റെ, ഇത്രയും വർഷത്തെ എക്സ്പെർട്ടൈസ് അദ്ദേഹം നമുക്ക് വേണ്ടി വളരെ എന്താ പറയുക, സാധാരണ രീതിയിൽ വളരെ സിമ്പിളായിട്ട്, വളരെ ഹമ്പിളായിട്ട് നമുക്ക് വേണ്ടി ചൊരിഞ്ഞു എന്ന് വേണം ഞാൻ പറയുന്നത്. ഇറ്റ് വാസ് എ ഷവർ ഓഫ് വിസ്ഡം. സോ താങ്ക് യു സോ മച്ച് സാർ, spending your valuable time. We are really blessed with your presence, sir. So it is a great day. Thank you so much. Thank you so much. We are highly anticipating your next books. Okay. Thank you very much. ഞാൻ 2 വാക്ക് പറയാം. അപ്പോൾ ഇത്രയും അകലെ നിന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എന്നെ വന്ന് കാണുകയും ഞാൻ ഇത്രയും നാളും നടത്തിയിട്ടുള്ള ഗവേഷണ വിഷയങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നെ ഹാർദവമായി ഉൾക്കൊണ്ട് എന്നോട് വിവിധ സംശയങ്ങൾ ചോദിച്ച് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിച്ച ശ്രീ ബിജു പത്മനാഭനോടും അദ്ദേഹത്തിൻ്റെ ക്യാമറാമാൻമാരോടും അതോടൊപ്പം എൻ്റെ ഈ ചെറിയ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരായിട്ടുള്ള ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ആത്യന്തികമാണെന്നോ അത് എല്ലാം പെർഫെക്റ്റ് ആണെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റേതായി കുറേ കാര്യങ്ങൾ മാത്രമേ എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷനുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ
വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള റിസർച്ച് റിസൾട്ട്സാണ്. ഈ പാതയിൽ കൂടി സഞ്ചരിക്കാൻ ആഗ്രഹമുള്ള ഏവർക്കും ഇതിൽ കൂടിയൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ഭൗതിക ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനും അഭൗതിക തലങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യജീവിതം ഒരു തുടർച്ചയാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അവസ്ഥാന്തരം പ്രാപിച്ചാലും അഭൗതിക ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിത തുടർച്ച കണ്ടിന്യൂ ചെയ്യുമെന്നും എനിക്കറിയാം. അങ്ങനെയുള്ള അഭൗതിക ജീവിതത്തിലെ നിലനിൽപ്പിനും സകലർക്കും ഇത് എൻ്റെ ഒരു എളിയ ഉപകാരമായി തീരട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ വീണ്ടും വരും സർ. വി വിൽ മീറ്റ് അഗെയിൻ. ഓക്കെ, താങ്ക് യു സർ. താങ്ക്സ്.